ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ടിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് an equation which satisfies for all values of the variable. ഏതൊക്കെയാണ് ടിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്നാണ് നമുക്ക് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ തീറ്റ എ ബി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ അറ്റ് ബി, അഡ്ജസന്റ് സൈഡ് 3ഉം ഓപ്പോസിറ്റ് സൈഡ് 4ഉം ആയി കഴിഞ്ഞാൽ 5 ആണ് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് സൈൻ തീറ്റ എന്ന ഐഡന്റിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? 4/5 ആയിരിക്കും, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ കോസ് തീറ്റ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇത് 3/5. ഇനി നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. സൈൻ സ്ക്വയർ തീറ്റ എന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 16/25 ആണ് കിട്ടുക. അതേപോലെ കോസിനെ നമ്മൾ സ്ക്വയർ ചെയ്താൽ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 9/25 എന്നും ലഭിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 16/25 പ്ലസ് 9/25 അഥവാ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇത് രണ്ടിൻ്റെയും സം എത്രയാണ്? 1 ആണ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഐഡന്റിറ്റി. അപ്പോൾ ഒന്നാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐഡന്റിറ്റി. ഇതിൽ നമുക്ക് മറ്റ് രണ്ട് സബ് ഐഡന്റിറ്റീസ് ഉണ്ടാക്കാം. അത് ഏതൊക്കെയാണ്? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് ലഭിക്കും. അതേപോലെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നും നമുക്ക് ലഭിക്കും. ഇത് രണ്ടും ഒന്നാമത്തെ ഈ ഐഡന്റിറ്റിയുടെ രണ്ട് സബ് ഐഡന്റിറ്റീസ് ആണ്. അപ്പോൾ ഈ സൈൻ സ്ക്വയർ നിർത്തി കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ ആവും. കോസ് സ്ക്വയർ നിർത്തി കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി. ഇനി സെക്കൻഡ് ഐഡന്റിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന വാല്യൂ ഫസ്റ്റ് സീക് തീറ്റ. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 5/3. അതേപോലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, സോ ദിസ് ഈസ് 4/3. ഇനി നമുക്ക് ഇതിനെ സീക്കിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 25/9 എന്ന് ലഭിക്കും. അതേപോലെ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 16/9 എന്നുമാണ് നമുക്ക് ലഭിക്കുക. രണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാണ്. നേരത്തെ പ്ലസ് ചെയ്തിരുന്നു, ഇതിവിടെ മൈനസ് ചെയ്യാണ്. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 25/9 മൈനസ് 16/9. അപ്പൊ നമുക്ക് ഇത് 9/9 എന്നാണ് കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മുടെ അടുത്ത ഐഡന്റിറ്റി ആണിത്. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ദിസ് ഈസ് അവർ സെക്കൻഡ് ഐഡന്റിറ്റി. ഇതിൽ നിന്ന് നമുക്ക് മറ്റു രണ്ട് ഐഡന്റിറ്റീസ് കിട്ടും. കാരണം ഈ മൈനസിന് അപ്പുറത്ത് പോകുമ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നും, അതേപോലെ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നുമാണ് ലഭിക്കുക. ഇതാണ് ഇത് ഉപയോഗിച്ചുള്ള ഐഡന്റിറ്റി. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡന്റിറ്റിയും കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഐഡന്റിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് റേഷ്യോസ്, അതായത് മറ്റ് റേഷ്യോസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏതൊക്കെ റേഷ്യോ എടുക്കേണ്ടത്? കൊസീക്കും അതേപോലെ കോട്ടുമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൊസീക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ്റെ നേരെ റെസിപ്രോക്കലാണ്. സോ നമുക്ക് 5/4 എന്ന് കിട്ടും. കോട്ട് തീറ്റ
കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്, നമുക്ക് 3/4 കിട്ടും. ഇനി ഇവിടെ നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്താലോ, കൊസീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 25/16, കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 9/16. ഇനി നമ്മൾ ഇതേപോലെ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 25/16 മൈനസ് 9/16. അപ്പോൾ നമുക്ക് കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 25/16 മൈനസ് 9/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ആണ്. കാരണം രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ കോമൺ. 25 9 മൈനസ് ചെയ്താൽ നമുക്ക് 16/16 വിച്ച് ഈസ് ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ഐഡന്റിറ്റി ആയി കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന നമ്മുടെ തേർഡ് ഐഡന്റിറ്റി നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മറ്റ് രണ്ട് ഐഡന്റിറ്റീസ് എഴുതാം. ഏതൊക്കെയാണ്? കൊസീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഇതിനപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ അഗെയിൻ കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നീ മറ്റ് രണ്ട് ഐഡന്റിറ്റീസ് കിട്ടും. അപ്പോൾ ഈ മെയിൻ ഐഡന്റിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് അതിൻ്റെ സബ് ഐഡന്റിറ്റീസ് എഴുതാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ 3 ഐഡന്റിറ്റീസും പഠിച്ചു വെക്കുക. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ഒന്നാമത്തെ ഐഡന്റിറ്റി, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 രണ്ടാമത്തെ ഐഡന്റിറ്റി, കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൂന്നാമത്തെ ഐഡന്റിറ്റി.